ന്യൂസ് ടെൻസ് ആദ്യം പരിശോധിക്കുന്നത് കേരളത്തെ ആകെ ആശങ്കപ്പെടുത്തുന്ന നിപ്പ രോഗത്തെ സംബന്ധിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. കോഴിക്കോടാണ് ഈ നിപ്പ ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാം. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആണ് നിപ്പ ബാധിതൻ ആയിട്ടുള്ള രോഗി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് ഈ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന വിവരം ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ രോഗിയുടെ ജീവൻ ഇപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നത്. തീർച്ചയായും അങ്ങേയറ്റം ഗുരുതരമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. രോഗി ഒരു ഗോഡൌൺ വൃത്തിയാക്കുന്നതിന് ഇടയിൽ ആണ് ഈ രോഗം ബാധിച്ചത് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. മാത്രവുമല്ല, ഇതുവരെ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ എല്ലാം രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യവുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ളത്. നമുക്കറിയാം, ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് തയ്യാറാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗം അദ്ദേഹത്തിന് കണ്ടെത്തിയതിന് ശേഷം ഇവിടങ്ങളിൽ ഒക്കെയാണ് ഈ രോഗി കടന്നുപോയത്. അങ്ങനെയുള്ള ഒരു സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 77 പേർ ഉൾപ്പെടുന്ന സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് 58 പേർ ആരോഗ്യ പ്രവർത്തകർ ആണ്. അതായത് ഈ രോഗി പലതവണയായി പല ആശുപത്രികളിൽ അടക്കം എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ രോഗിക്ക് മദ്യപാന ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് എന്ന സംശയവുമൊക്കെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇങ്ങനെ ഈ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഈ രോഗിയുമായി കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുള്ള മറ്റ് ആളുകൾ എല്ലാവരും തന്നെ ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇതിൽ തന്നെ ഈ റിസ്ക് പട്ടികകളുണ്ട്. അതായത് ഹൈ റിസ്ക് പട്ടിക, ഹയസ്റ്റ് റിസ്ക് പട്ടിക, ലോ റിസ്ക് പട്ടിക, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അതിൽ ഹയസ്റ്റ് റിസ്ക് പട്ടികയിൽ 2 പേർ ആണ് ഉള്ളത്. ഹൈ റിസ്ക് പട്ടികയിൽ 13 പേരുണ്ട്. ലോ റിസ്ക് പട്ടികയിൽ 62 പേരുണ്ട്. ഇങ്ങനെയാണ് ഈ സമ്പർക്ക പട്ടികയിലെ വിശദാംശങ്ങൾ. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ കൂടുതൽ പോകാം. ഇപ്പോൾ MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ഈ രോഗിയുടെ ജീവൻ നിലനിർത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഗുരുതരാവസ്ഥയിൽ തന്നെ രോഗി തുടരുകയാണോ? തീർച്ചയായും രോഗിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് ആശുപത്രിയിൽ ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിക്കുന്നതും. കഴിഞ്ഞ ദിവസം വരെ സ്വകാര്യ ആശുപത്രിയിൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിലായിരുന്നു ഇദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നത്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ആ സമയം മുതൽ തന്നെ വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകളുടെ ഒരു സമ്പർക്ക പട്ടിക ഇതിനകം ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറിയ പങ്കുള്ളത് ആരോഗ്യ പ്രവർത്തകരാണ് എന്നതാണ് ഒരു നേരിയ ആശ്വാസത്തിന് വക നൽകുന്നത്. കാരണം ആരോഗ്യ പ്രവർത്തകർ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയപ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ നിപ്പ അടക്കമുള്ള രോഗങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് പലപ്പോഴും കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ അകലം പാലിച്ചൊക്കെയാണ് അദ്ദേഹത്തിനുള്ള ചികിത്സ നൽകിയത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ ആ ഡോക്ടർമാരടക്കം ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്ന അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആദ്യം അദ്ദേഹം പോയത് ക്രസന്റ് എന്ന ഒരു ആശുപത്രിയിലേക്കായിരുന്നു, ഫറൂഖ്. അതൊരു ചെറിയ ആശുപത്രിയാണ്. അവിടെ ആദ്യഘട്ടത്തിലൊക്കെ പോയി പനിക്കും ഈ ചുമക്കുമൊക്കെ ഉള്ള മരുന്ന് വാങ്ങിയെങ്കിലും പിന്നീട് ഒരു കൃത്യമായ ഒരു ഭേദമാകൽ ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് പിന്നീട് മിംസ് ആശുപത്രിയിലേക്ക് അദ്ദേഹം പോകുന്നത്. അവിടെ ചികിത്സ തേടി മടങ്ങിയെങ്കിലും പിന്നീട് വീണ്ടും ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. അവിടെ OP ആണ് കാണിച്ചത്. അവിടെ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ നിരീക്ഷണത്തിലാണ്. പിന്നീട് CT സ്കാൻ എടുക്കുന്നതിനും എക്കോ എടുക്കുന്നതിനുമൊക്കെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു, കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെങ്കിലും അവർക്കൊക്കെ പൂർണ്ണമായും ഒരു രോഗവ്യാപന സാധ്യത ഉള്ളവരല്ല. അതായത് പ്രൈമറി കോണ്ടാക്ട് എന്ന
രീതിയിൽ വരുന്ന ആളുകളല്ല എന്നവർ വ്യക്തമാക്കി. ഒപ്പം നിരീക്ഷണത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾക്കടക്കം ആർക്കും ഈ നിപ്പയുടേതിന് സമാനമായ യാതൊരു ലക്ഷണങ്ങളും പ്രകടമല്ല എന്നതും വളരെ ആശ്വാസമാണ്. കാരണം ഈ ആശുപത്രിയിലേക്ക് മറ്റുമൊക്കെ വന്ന ശേഷവും അദ്ദേഹം വീട്ടിലേക്കാണ് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ 5 പേർ അവരുടെ വീട്ടിൽ തന്നെ അദ്ദേഹവുമായി വളരെ അടുത്തിടപഴകിയിരുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ പ്രകടമല്ല. പക്ഷേ അവർ നിരീക്ഷണത്തിലാണ് എന്നും അറിയുന്നു. എന്തായാലും നിലവിൽ നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുൻകാലങ്ങളിൽ ഈ നിപ്പയെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. ഈ ജില്ലാ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിനടക്കം ഇക്കാര്യത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് സോൺ പോലെയുള്ള പൂർണ്ണമായൊരു അടച്ചുപൂട്ടലിലേക്കൊന്നും പോകേണ്ട ഈ സാഹചര്യം ഇപ്പോഴില്ല. ഒപ്പം ഈ മാസ്ക് നിർബന്ധമാക്കൽ പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല. പക്ഷേ ആശുപത്രി സന്ദർശനങ്ങൾ, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. രോഗികളെ മറ്റുമൊക്കെ കാണാൻ പോകുന്നവർ അത് തൽക്കാലം മാറ്റിവെക്കുക. ഒപ്പം ആശുപത്രികളിൽ പോകുമ്പോൾ കൃത്യമായി മാസ്ക് ധരിച്ച് അകലമൊക്കെ പാലിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ അങ്ങേയറ്റം നിയന്ത്രണ വിധേയം ആണ്. അഭിലാഷ്. യെസ്, സൂചിപ്പിക്കുന്ന പോലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അങ്ങേയറ്റത്തെ ജാഗ്രത തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ഒപ്പം വിവിധ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അതിപ്പോൾ ത്രിതല പഞ്ചായത്തുകളിൽ തന്നെ ആകട്ടെ വലിയ തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒപ്പം മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റ് അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇതിപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചത് മുതൽ കൃത്യമായ തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങും ഒക്കെയാണല്ലോ അനീഷ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ രോഗലക്ഷണങ്ങൾ അതാദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല, മറ്റു രോഗലക്ഷണങ്ങളൊക്കെ ആയിരുന്നു, അതിന് ചികിത്സ തേടിയിരുന്നു, നിരവധി ആശുപത്രികളിലടക്കം പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരാണ് ഇതിൽ ഏറെയും എന്നത് ആശ്വാസകരമല്ലേ? കാരണം അവർക്ക് ഓൾറെഡി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉള്ളതാണ്. അവരാരെ പരിചരിക്കുമ്പോഴും ഒരു മുൻകരുതൽ ഉണ്ടാകും. അതുകൊണ്ട് ആ പട്ടിക പരിശോധിക്കുമ്പോൾ ഏറെയും ആരോഗ്യരംഗത്ത് തന്നെ ഉള്ളവർ ആണല്ലോ അനീഷ്. തീർച്ചയായും അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ ഇത്തരം രോഗങ്ങളുമായി വന്ന് ആദ്യഘട്ടത്തിൽ വരുന്നു, രണ്ടാം ഘട്ടത്തിൽ വരുന്നു. അതിൽ കൂടുതൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന മുറയ്ക്ക് കൃത്യമായ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണ നിപ്പ വന്നപ്പോഴും അത് അധികം പേരിലേക്ക് പകരാതെ ഒരു നിയന്ത്രണ വിധേയമായി നിന്നതിന് കാരണം ഇത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നതാണ്. ഇദ്ദേഹം ഒരു ഗോഡൗൺ പഴയത് വൃത്തിയാക്കുമ്പോൾ അവിടെ ഈ വവ്വാൽ കടിച്ച സപ്പോർട്ട ഒരുപക്ഷെ കഴിച്ചതാവാം ഈ രോഗം പകരാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് പനി വരുന്നു, ഛർദിൽ വരുന്നു, തലചുറ്റൽ വരുന്നു, ബോധക്ഷയം ഉണ്ടാകുന്നു. അങ്ങനെ ലക്ഷണങ്ങൾ ഓരോന്നായി മാറി വന്നപ്പോഴേക്കും തന്നെ, അതായത് ഈ വൈറസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കൃത്യമായി രോഗം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റവരിലേക്കോ ഇത് പകർന്നിരിക്കാൻ സാധ്യത കുറവ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. നമുക്കറിയാം ഡോക്ടർ അനൂപിനെ പോലുള്ള ആളുകളൊക്കെയാണ് ആദ്യം ഈ നിപ്പ വന്നത് തന്നെ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പരിശോധനയുടെ ഭാഗമായാണ്. ഇത്തവണയും അത് കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അല്ലെങ്കിൽ രോഗബാധിതനായി പുറത്തേക്ക് ഇറങ്ങുകയോ ഒരുപാട് ആളുകളിലേക്ക് ഇടപഴകുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നില്ല എന്നതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു ജാഗ്രത തന്നെയാണ്. ഇപ്പോഴും ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഈ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അത് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു സ്ഥിരീകരണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അങ്ങനെ ഒരു സ്ഥിരീകരണമുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ ആശ്രം മിംസിൽ പ്രവേശിപ്പിച്ച് ചികിത്സയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നിപ്പയാണ് എന്ന ഒരു സംശയം വരികയും ചെയ്തിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ കൃത്യമായൊരു ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തിയിരുന്നു. അദ്ദേഹം കൂടുതൽ ആളുകളായി ഇടപഴകാതിരിക്കുന്നതിന്, അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ അടുത്ത ബന്ധുക്കൾ അവർ മറ്റുള്ള ആളുകളുമായി ഇടപഴകാതിരിക്കുന്നതിനൊക്കെയുള്ള നീക്കങ്ങൾ ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് ഈ രോഗം പകരാതിരുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എന്തായാലും ഈ കുട്ടികൾക്കടക്കം ആർക്കും രോഗലക്ഷണങ്ങളില്ല, ഒരു പനി പോലും ഇല്ല എന്നതാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായിരിക്കുന്നത്. മറുവശത്ത് ഈ ആശുപത്രികളിൽ എത്തുന്ന രോഗികളിൽ, പ്രത്യേകിച്ചും പനിബാധിതരായി എത്തുന്ന രോഗികളെയൊക്കെ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് ഈ ആശുപത്രികൾ പരിശോധിക്കുന്നത്. അവരിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ പ്രകടമായാൽ മറ്റ് പല പരിശോധനകൾക്ക് അവർ വിധേയമാക്കും. നമുക്കറിയാം ഈ സാംക്രമിക രോഗങ്ങൾ ഒന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് കേരളത്തിലെ മഴക്കാലം. ചിക്കൻഗുനിയ പോലുള്ള അസുഖങ്ങൾ, ഷിഗല്ല പോലുള്ള അസുഖങ്ങൾ, അമീബിക് മസ്തിഷ്ക ജ്വരം
പോലുള്ള അസുഖങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏതാണ് രോഗം എന്നത് കൃത്യമായി കണ്ടെത്താനുള്ള ഒരു ജാഗ്രത പലപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ പുലർത്തുന്നുണ്ട്. അതുതന്നെയാണ് വലിയ ഒരു ആപത്തിലേക്കൊക്കെ പോകാതെ ഇത്തരം രോഗങ്ങളെ പിടിച്ചു നിർത്താൻ പര്യാപ്തമാകുന്നത്. യെസ്, തീർച്ചയായും രോഗിയുടെ നില അങ്ങേയറ്റം ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് രോഗി ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. അതേസമയം അനീഷ് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ രോഗിയുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഒരു പക്ഷേ പരിസരവാസികളും പരിചയക്കാരും ഒക്കെ ഏറെ ആശങ്കപ്പെടുന്നത് ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തു തന്നെയായിരിക്കും. ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും ഒരു ഭയപ്പാടോടുകൂടി ഇവരെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കേരളം അങ്ങനെ ആയിരുന്നില്ല. ഓരോ ദുരിതകാലത്തും അതിന് ഇരകളാക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ആണ് എത്തിച്ചു നൽകേണ്ടത്. അതോടൊപ്പം തന്നെ സമ്പർക്കം പുലർത്തിയിട്ടുള്ളവരുമായും അവരുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനല്ല, മറിച്ച് അവരെയും ഒറ്റപ്പെടുത്താത്ത തരത്തിൽ തന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അതേസമയം മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഇതുമായി തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഷിഗല്ല അത് സംസ്ഥാനത്ത് പല മേഖലകളിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഊർജിതമാക്കിയിട്ടുള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകളിലെ ക്ലോറിനേഷൻ പോലെയുള്ള നടപടികൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിനുള്ള വ്യാപകമായ പരിശോധനകൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, അതായത് മഴക്കാലം ആണ്, അതുകൊണ്ട് ശുചിത്വം കൂടുതൽ പാലിക്കേണ്ട ഒരു സമയം കൂടി ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ജില്ലയിൽ 6 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരം എന്നതാണ് ആശ്വാസകരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗാണ് ചേരുന്നത്. മറ്റ് ജില്ലകൾ വയനാട്, കൊല്ലം അടക്കം ഈ വാർത്തയുണ്ട്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് സാരംഗ്? ഇപ്പോൾ രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ രോഗബാധിതരിലേക്ക് അല്ലെങ്കിൽ രോഗം കൂടുതൽ പേരിലേക്ക് ബാധിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ശ്രമവുമാണല്ലോ തുടരുന്നത്.